ഉത്സവപ്പറമ്പിൽ എവിടെ ബംഗാളിൽ കമ്മൽ വിൽക്കുമോ അവിടെ ഞാൻ കാണും. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കമ്മലാണ്. ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയൊക്കെ ചോദിച്ചു, എന്തിനാ ഇത്രയും വലിയ കമ്മലൊക്കെ വാങ്ങിച്ച്, കാതൊക്കെ തൂങ്ങി പോവും എന്നൊക്കെ പറഞ്ഞൊരു കമ്മലാണ്. പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയത്തില്ല. ഇതിന് 30 രൂപയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാത്രം നിറച്ചുള്ള കമ്മലിൻ്റെ കളക്ഷൻസ് കണ്ടാലോ. എനിക്കിങ്ങനെ ട്രെൻഡി കമ്മലിനേക്കാളും കുറേയും കൂടി ഇഷ്ടം ട്രഡീഷണൽ നമ്മുടെ ജിംക്കകളും അങ്ങനത്തെ ട്രഡീഷണൽ കമ്മലുകളില്ലേ, അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിട്ടേക്കുന്ന ഈ ഒരു കമ്മൽ എൻ്റെ അമ്മ എനിക്കേതോ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സംഭവം കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളൊരു കമ്മലാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ വെയർ ചെയ്യാറില്ല. നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനോടൊത്ത് സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളൊരു കമ്മലാണ് ഇത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് ഈ ഒരു ടൈപ്പ് കമ്മൽ. ഒരുപാട് സ്റ്റോൺസ് ഒക്കെ വരുന്നൊരു ടൈപ്പ് ആണ്. ഇതിനെന്തോ പേരൊക്കെ പറയാം, പക്ഷേ അതൊന്നും എനിക്കറിയത്തില്ല. ഇത് വെയർ ചെയ്യാൻ നല്ല രസമാണ്, പക്ഷെ കുറച്ച് ഹെവിയാണ്. എനിക്കിതെന്തായാലും എൻ്റെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചത്. പിന്നെ ഗേൾസിനൊക്കെ അറിയായിരിക്കും, മിക്ക കമ്മലെടുത്താലും അതിൻ്റെ ബേക്കിൽ ഈ ആണി എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. ബാക്കിയുള്ള കമ്മലിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും അത് ഇടുന്നത്. അപ്പോൾ അതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. ഇതാണ് ഈ കമ്മൽ. കുറച്ച് വെയിറ്റ് ആണ്. ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കമ്മൽ. ഇത് ഞാൻ കല്യാണത്തിനും അങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഇടുന്നൊരു ടൈപ്പ് കമ്മലാണ്. അത്യാവശ്യം നല്ല ഹെവിയാണ്. നമുക്ക് ട്രഡീഷണൽ ഫോട്ടോഷൂട്ടും ട്രഡീഷണൽ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കമ്മലാണ്. ഈ വീഡിയോ കഴിയുമ്പം ഇതിൽ ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ യൂസ്റ്റാന്ന് വാങ്ങിച്ചൊരു കമ്മലാണ്. ഞാൻ കൊച്ചിയിലൊരു ഇവൻറ്റിന് എന്തോ പോയപ്പം എനിക്ക് ഡ്രസ്സിന് ഇടാൻ കമ്മലില്ലായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി തപ്പി പിടിച്ചുകൊണ്ട് വാങ്ങിച്ച കമ്മലാണ് ഈ ഒരു കമ്മൽ. ഇത് അത്യാവശ്യം പഴയ ഒരു മോഡലാണ്, പക്ഷേ ഇപ്പം ഇത് കുറച്ച് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കമ്മലും എനിക്കൊരു ഇഷ്ടപ്പെട്ട കമ്മലാണ്. ഇവിടെയുള്ള എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് വെയർ ചെയ്യാൻ കംഫർട്ട് അല്ലാത്ത കമ്മലെല്ലാം ഞാൻ ഒരു പെട്ടിക്കകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാത്രം സീരീസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. പിന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കൊളാബറേഷൻ ആയിട്ട് അയച്ചു തന്ന കുറച്ച് കമ്മലുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സെലക്ട് ചെയ്തെടുത്ത കമ്മൽ ഇതാണ്. ഇതെൻ്റെ ഓൾമോസ്റ്റ് മിക്ക വീഡിയോസിലും കാണുന്നവർക്ക് അറിയായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മൽ. നമ്മൾ ഇതിട്ട് എന്ത് ഫോട്ടോസ് എടുത്താലും അത് അടിപൊളിയായിരിക്കും. ഇത് വെയിറ്റ് ഒന്നുമില്ല. ഇത് എനിക്ക് അവർ അയച്ചു കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് നാളായി, പക്ഷേ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. ആ കുട്ടി വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. പേജ് ഞാൻ മറന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തപ്പിപ്പിടിച്ച് കമൻറ്റ് ചെയ്യാം. ഞാൻ അതെന്തായാലും താഴെ ഒന്ന് ടാഗ് ചെയ്തേക്കാം. പിന്നെ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ സരോജിനിയിൽ നിന്ന് വാങ്ങിച്ചൊരു സെറ്റ് കമ്മലാണിത്. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഇല്ലേ, ആ ഒരു വർക്കാണ് എനിക്കിഷ്ടം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയത്തില്ല. ഇതിന് 30 രൂപയുള്ളൂ. ഇത്രയും വെയിറ്റ് ഉള്ള കമ്മൽ 30 രൂപയുള്ളൂ. വെയിറ്റ് ഞാൻ ഉദ്ദേശിച്ച ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കമ്മലാണിത്. ഇത് ഞാൻ അങ്ങനെ വെയർ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒക്കേഷനിൽ വെയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇട്ടിട്ട് എത്രത്തോളം മാച്ച് ആയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവിടെ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു, തൂക്കി. അങ്ങനത്തെ ഒരു കമ്മലാണിത്. എങ്ങനെയുണ്ട്? മറക്കണ്ട, വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞോ. ഞാൻ ഉടനെ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കമ്മലും മാലയും ചോക്ലേറ്റും ഡ്രസ്സും എല്ലാം ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് അനൗൺസ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലായിരിക്കും വീഡിയോ വരുന്നത്. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം എൻ്റെ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം. അടുത്തത് സരോജിനി തന്നെ വാങ്ങിച്ചൊരു സെറ്റ് കമ്മലാണ്. ഇത് നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിനോടും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള കമ്മലാണ്. ഇതും ഞാൻ ആഗ്രഹിച്ച് 30 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ് ഗൈസ്. അപ്പോൾ ഡൽഹിയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മലും മലയും വാങ്ങിക്കുക, സരോജിനിയിലോട്ട് നേരെ വിട്ടോ. അടിപൊളി അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കമ്മൽ കിട്ടും. പല പല കളറുള്ള കമ്മലാണ്. പിന്നെ ഇതിന് വെയിറ്റും കുറവാണ്. അതുകൊണ്ട് നമുക്ക് കാത് തൂങ്ങി വരുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഇത്രയും ട്രഡീഷണൽ കമ്മലുണ്ടല്ലോ, ഇനി ഞാൻ നിങ്ങൾക്ക് അല്ലാത്തൊരു കമ്മലാണ് വെച്ചാൽ ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം കമ്മൽ കളക്ഷൻസ് വരും. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് കളർ ഫേഡ് ആവുന്നതായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ചിലർക്കൊക്കെ കളർ ഫേഡിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ഹൂപ്പ് ഇയറിംഗ് ആണ്. ഹൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം മീഷോന്ന് കുറെ ഹൂപ്പ് വാങ്ങിച്ച് എൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ അതിന്റെ കളറിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇതിന് അത്ര പ്രശ്നമില്ല. ഇത് നല്ലൊരു ഹൂപ്പാണ്. ഇതിന്റെ ഒരു സ്റ്റഡ് കാണുന്നില്ല, ബാക്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സാധനം കാണുന്നില്ല. അപ്പം ഇതാണ് ആ കമ്മൽ വന്നിട്ട് ഹൂപ്പ് ഇയറിംഗ്സ് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്തോ. ഹൂപ്പിലാണോ ട്രഡീഷണൽ ആണോ ഫാൻസ് കൂടുതൽ നമുക്ക് നോക്കാം.
അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കമ്മലാണ്. ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയൊക്കെ ചോദിച്ചു എന്തിനാ ഇത്രയും വലിയ കമ്മലൊക്കെ വാങ്ങിച്ച്, കാതൊക്കെ തൂങ്ങിപ്പോവും എന്നൊക്കെ പറഞ്ഞൊരു കമ്മലാണ്. അത് ഈ ഒരു ജുമുക്കയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സരോജിനി പോയപ്പോൾ വാങ്ങിച്ചതാണ്, 30 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. കിഡിലം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. നോർമലി ഞാൻ ഭയങ്കര വലിയ കമ്മലിൻ്റെ ഫാനൊന്നുമില്ല, പക്ഷേ ഇതിടുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖം. ഒട്ടും വെയിറ്റ് ഇല്ലത്, ഒട്ടും വെയിറ്റില്ലാത്തൊരു കമ്മലാണ്. നല്ല കിലുങ്ങുന്നൊരു കമ്മലാണ്. കുഴപ്പമില്ല, നമുക്ക് കളക്ഷൻസ് ചെയ്യാനും ഡ്രസ്സിനൂടെയൊക്കെ വെയർ ചെയ്യാനും അടിപൊളിയാണ്. ഇതുപോലത്തെ 2-3 ഹൂപ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിങ്ങനെ നമ്മൾ വെസ്റ്റേൺ വെയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് പെട്ടെന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടുന്നതാണ്. സ്റ്റഡ് എനിക്ക് വളരെ കുറവാണ്, കാരണം സ്റ്റഡ് സൂക്ഷിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഒരു റിങ് എടുത്ത് ഒരു സ്റ്റഡ് എടുത്ത് ഇടും, പിറ്റേ ദിവസം എൻ്റെ ഒരെണ്ണം കാണത്തില്ല, പിന്നെ എൻ്റെ വേറെ പോവും. അങ്ങനെ പിന്നെ സ്റ്റഡ് ഞാൻ അങ്ങനെ ഇടാറില്ല. ഈ ഒരു ഹൂപ്പ് റിങ് ടൈപ്പ് ആണ് ഞാൻ ഇടാറുള്ളത് മെയിനായിട്ടും. അപ്പം ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് 10 രൂപ 20 രൂപയ്ക്ക് കിട്ടുന്ന കമ്മലാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇതും ഒരു മെറ്റാലിക് ഫിനിഷ് വരുന്നതാണ്. ഒരുപാട് ഞാൻ യൂസ് ആക്കിയിട്ടില്ല, പക്ഷേ ഇതുവരെ ഈ കമ്മലിന് പ്രശ്നമില്ല. ഇതിലൊരു സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട്, കിടിലമാണിത്. എനിക്കിങ്ങനെ ഓപ്പോസിറ്റ് കളേഴ്സൊക്കെ വേറെ ആയിട്ടില്ല. ഇപ്പം മജന്ത, റെഡിനൂടെ ഗ്രീന്, റെഡിനൂടെ എല്ലാം അങ്ങനെയൊക്കെ ഇടത്തില്ല. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് വാങ്ങിച്ചൊരു കമ്മലാണ് ഇത്. ഇതിൻ്റെ ഈ ഒരു കളറ് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു മരതക കല്ല് പോലെ ഇരിക്കുന്ന പച്ച ഉള്ള കളർ. ഇത് സൂപ്പറാണ് ഗൈസ്. ഈ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടമാണ്. ഇത് 30 രൂപ ഉള്ളായിരുന്നു. സരോജിനിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അമ്മ വാങ്ങി തന്ന കമ്മലാണ്. പക്ഷേ ഇത് ഒരു പ്രശ്നം പറ്റി. ഇത് ഞാൻ ഇട്ടപ്പം ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെത് ഇതുപോലെ വിട്ടുപോയി. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കും, പിന്നെ അത് വീണ്ടും പൊട്ടിപ്പോയി. പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത് വേറെ കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഈ ഒരു ടൈപ്പ് കമ്മലും ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ള ആകെ സ്റ്റഡ് ഉള്ളതിൽ കുറച്ച് ഇങ്ങനത്തെ സ്റ്റഡ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. പിന്നെ ഉള്ള എല്ലാം ഞാൻ കൊണ്ട് കളയും, അതാണ് പ്രശ്നം. ഈ ഒരു സ്റ്റഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇത് ഞാൻ ഇപ്പോഴും കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചൊരു കമ്മലുണ്ടല്ലോ, അതിൻ്റെ കൂടെ കിട്ടിയൊരു കമ്മലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പേര് കാണാനില്ല. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു പ്രശ്നമാണ്. ഞാനിങ്ങനെ ഇത്രയും വലിയ കമ്മലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും. അപ്പം അതിൻ്റെ പൊടി പോലും കാണത്തില്ല. ഈ ഒരു കമ്മൽ പക്ഷേ അടിപൊളിയാണ്, യെല്ലോ ആണ്. ഞാനൊരു മജന്ത ഔട്ട്ഫിറ്റിന് പെയറായിട്ടിട്ട ഒരു കമ്മലാണ്. ഈ സൂപ്പർ കമ്മലാണ്. ചെറിയ സ്റ്റോൺസ് ഉണ്ട്. ഇതിൻ്റെ പാർട്ട് എവിടെയോ കാണും, ഞാൻ തപ്പി പിടിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഇതും ഞാൻ സരോജിനിയിൽ നിന്ന് വാങ്ങിച്ച ടൈപ്പ് കമ്മലാണ്. ഇതൊരു ബ്ലാക്ക് മെറ്റൽ. ഇതിനെന്തോ ഒരു പേര് പറയും, പേര് അറിയാനുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനത്തെയാണ്. ഇത് ഞാൻ കുറേ നാൾ അന്വേഷിച്ച് നടന്ന ടൈപ്പ് കമ്മലാണ്. പക്ഷേ എല്ലായിടത്തും ഉണ്ടെന്നു. നമ്മുടെ നാട്ടിൽ കുറച്ച് വില കൂടുതലാണ്. അങ്ങോട്ട് നമ്മൾ ഗുജറാത്തികളിൽ നിന്നും ഹിന്ദിക്കാരിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഉത്സവപ്പറമ്പിൽ എവിടെ ബംഗാളിൽ കമ്മൽ വിൽക്കുമോ അവിടെ ഞാൻ കാണും. എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇതും നല്ലൊരു വർക്ക് വരുന്ന ഫിനിഷുള്ള ഒരു കമ്മലാണ്. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇടുന്നുണ്ട് വീഡിയോസിലൊക്കെ, പക്ഷേ ഇതിന് വലിയ കളർ മാറ്റവും വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് അടുത്ത കമ്മലുകളെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അടുത്തത് ഈ ഒരു ഫുള്ള് സ്റ്റോൺ വരുന്ന ടൈപ്പ്. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ ജാങ്കോ സ്പേസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി കൊച്ചിയിൽ എന്തോ വാങ്ങിച്ചതാണ്. സംഭവം കിടിലമാണ്, നല്ലൊരു കമ്മലാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ഈ സ്റ്റോൺ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അന്ന് ഞാൻ പിന്നെ അത് നോക്കിയില്ല. അപ്പം നമ്മുടെ ഇയറിംഗ് കളക്ഷൻ വീഡിയോൻ്റെ പാർട്ട് 1 ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി പാർട്ട് 2 ഞാൻ കുറച്ചും കൂടി കമ്മൽ ഇവിടെ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തിട്ട് പാർട്ട് 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം ഞാനെടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ഇയറിങ്സ് അപ്ലോഡ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാഴക്കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തോ. ഇനി നെക്സ്റ്റ് എന്ത് കളക്ഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തു. അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷൻ വീഡിയോ ആയിട്ട് വരാം. ലിപ്സ്റ്റിക് കളക്ഷൻസിൽ ഞാനൊരു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ എൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച് ലിപ്സ്റ്റിക്സിന്. ഇനി എന്ത് വീഡിയോ ആണ് കളക്ഷൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ.